നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇവിടെ കയറി പോകരുതെന്ന് SFI എവിടൊക്കെ ബാനർ വെക്കുന്നുണ്ടോ അവിടെ എല്ലാം ചെന്ന് കയറും ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ മലപ്പുറം പൊന്നാനിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും കുട്ടി സഖാക്കൾ കുറെ ബാനറുമായി ഇറങ്ങിയിട്ടുണ്ട്. പൊന്നാനി എരമംഗലത്താണ് SFI ബാനർ സ്ഥാപിച്ചത്. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന് എഴുതിയ ബാനറാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഗവർണർക്ക് നേരെ മലപ്പുറം എരമംഗലത്ത് SFI കരിങ്കൊടി വീശി. എരമംഗലത്ത് മുൻ കോൺഗ്രസ് നേതാവ് PT മോഹനകൃഷ്ണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനത്തിനെത്തുന്നതിനിടെയാണ് SFI പ്രവർത്തകർ എരമംഗലം ജംഗ്ഷനിൽ കരിങ്കൊടി വീശിയത്. തുടർന്ന് പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. SFI പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി പ്രതിഷേധം. കരിങ്കൊടി വീശുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഏറെ ദൂരെ വെച്ചായിരിക്കും പ്രതിഷേധമെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ അനുസ്മരണ സമ്മേളനം നടക്കുന്ന വേദിക്ക് ഏറെ അകലെയല്ലാതെയാണ് പ്രതിഷേധം നടന്നത്. ചൊവ്വാഴ്ച രാത്രി എരമംഗലത്ത് SFI ഗവർണർക്കെതിരെ ബാനറുകളും ഉയർത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് PT അജയ് മോഹന്റെ പിതാവ് കൂടിയാണ് മുൻ MLA ആയിരുന്ന PT മോഹനകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിക്ക് ഗവർണറെ ക്ഷണിച്ചതിനെതിരെ ജില്ലയിലെ കോൺഗ്രസിൽ ഭിന്നതയും ഉണ്ട്. ഇതിപ്പോൾ ഗവർണറും കേരള പര്യടനം തുടങ്ങിയിരിക്കുകയാണ്. കോഴിക്കോടാണ് തുടങ്ങിവെച്ചത്, പിന്നെ ഇടുക്കിയിലും ഇപ്പോൾ പൊന്നാനിയിലും. ഇനി എവിടേക്കാണെന്നാണ് CPM ഉറ്റുനോക്കുന്നത്. എവിടേക്കായാലും അവിടെയും ഉയരും നോട്ട് വെൽക്കം ബാനർ. പക്ഷേ ഗവർണർ ചെന്ന് കയറും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണറെ കൊണ്ട് പുലിവാല് പിടിച്ചിരിക്കുകയാണ് CPM. കുട്ടി സഖാക്കളുടെ പ്രതിഷേധം ഗവർണർ തന്നെയാണ് പൊളിച്ചടുക്കുന്നത്. ആകെ നാണക്കേടായിരിക്കുകയാണ് CPMനും SFIക്കും പിണറായി വിജയനും. ഗവർണർ അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ CPMനെ ചൊടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഗവർണറും രാഷ്ട്രീയം കളിക്കുകയാണ്. അതൊട്ടും ശരിയല്ല. കാരണം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കണം. ഗവർണർ പോകുന്നിടത്തെല്ലാം വലിയ പ്രതിഷേധമാണ് SFIയും CPMും അഴിച്ചുവിടുന്നത്. പക്ഷേ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. നവകേരള ബസിന് ഷൂ എറിഞ്ഞ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസാണ് ഗവർണർക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ മൗനം പാലിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും Z+ കാറ്റഗറി സുരക്ഷയാണ് ഉള്ളത്. പക്ഷേ ഗവർണറെ തെരുവിൽ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുകയാണ് പിണറായി പോലീസ്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ വലിയ പ്രതിഷേധമാണ് ഗവർണർക്ക് നേരെ നടന്നത്. യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ SFI ഗവർണറെ കരിങ്കൊടി കാണിച്ചിരുന്നു. SFIക്കാരുടെ കരിങ്കൊടി പ്രതിഷേധം പോലീസ് തടയാൻ തയ്യാറായില്ല. പ്രതിഷേധിക്കാനെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതുമില്ല. പ്രതിഷേധക്കാർക്ക് പ്രസംഗത്തിനിടെ മറുപടി നൽകിയായിരുന്നു ഗവർണർ മടങ്ങിയത്. ഇതിലും വലിയ ഭീഷണികൾ താൻ കണ്ടിട്ടുണ്ട്. ജീവിതകാലത്ത് 5 തവണ തനിക്ക് നേരെ വധശ്രമം നടന്നിട്ടുണ്ടെന്നും 25-ാം വയസ്സിൽ ഭയപ്പെടാത്ത ആളാണ് താനെന്നും ഗവർണർ പറഞ്ഞു. ഇടുക്കിയിലെ പ്രതിഷേധം ഗവർണർ ചോദിച്ചു വാങ്ങിയതെന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യമെന്ന് EP തുറന്നടിച്ചത്.